സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ചുകൾക്ക് ഭീകരവാദ ബന്ധം. ഉപകരണങ്ങൾ കൈമാറുന്നത് പാക് ചാരസംഘടന ISI ആണെന്ന സൂചന. ടെലിഫോൺ എക്സ്ചേഞ്ച് നടത്തിപ്പുകാർക്ക് IS ബന്ധമുണ്ടെന്നും സൂചനകളുണ്ട്. സമാന്തര എക്സ്ചേഞ്ച് കേസുകളിൽ കേസ് അന്വേഷണം NIAക്ക് കൈമാറിയിരിക്കുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ ചേർന്നുണ്ട്. ജിജീഷ്, എങ്ങനെ നോക്കിക്കാണാം? വിഷ്ണു, ഈ സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ചുകൾ എന്ന് പറയുന്നത് അത് ഭീകരവാദ പ്രവർത്തനം കൂടി ലക്ഷ്യമാക്കി, അല്ലെങ്കിൽ മറ്റു സാമ്പത്തിക നേട്ടങ്ങൾക്കപ്പുറം, ഹവാല ഇടപാടുകൾക്കപ്പുറം ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് കൂടിയാണ് എന്ന കണ്ടെത്തലാണ് ഉണ്ടായിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ദേശീയ അന്വേഷണ ഏജൻസിയുടെ അന്വേഷണ പരിധിയിലേക്ക് ഈ സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ചുകൾ പിടികൂടിയ സംഭവങ്ങൾ എല്ലാം തന്നെ ഒന്നാകെ ഒരുമിച്ച് എത്തുകയും ചെയ്യുന്നത്. നേരത്തെ ഇന്റലിജൻസ് ബ്യൂറോ IB നൽകിയ റിപ്പോർട്ടുകളിൽ എല്ലാം തന്നെ സംസ്ഥാനത്ത്, കേരളത്തിൽ പ്രവർത്തിക്കുന്ന സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ചുകളുടെ ഭീകരവാദ ബന്ധങ്ങളെ കുറിച്ചുള്ള സൂചനകൾ നൽകിയിരുന്നു. ഇതിൽ പലതും പ്രവർത്തിക്കുന്നത് വിദേശ ഫണ്ടുകൾ, വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ഫണ്ടുകൾ ഉപയോഗപ്പെടുത്തിയാണ്. ഒപ്പം തന്നെ വിദേശ ശത്രു രാജ്യങ്ങൾ അടക്കം നൽകുന്ന കൃത്യമായ ഉപകരണങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ സിം ബോക്സ് അടക്കമുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ടായിരുന്നു പ്രവർത്തിച്ചിരുന്നത്. പാകിസ്ഥാൻ ചാരസംഘടനയായ ISIയുടെ ബോക്സുകൾ, സിം ബോക്സുകൾ ഉപയോഗിച്ചതായി കോഴിക്കോട് കണ്ടെത്തിയിരുന്നു. കോഴിക്കോട് ഇബ്രാഹിം എന്നയാളെ പിടികൂടിയ കേസുമായി ബന്ധപ്പെട്ട വിശദമായ അന്വേഷണത്തിലാണ് അവിടെ സിം ബോക്സുകൾ ഉപയോഗിച്ചത്, അല്ലെങ്കിൽ സിം ബോക്സുകൾ എത്തിച്ചത് പാക് ചാരസംഘടനയാണ് എന്ന് വ്യക്തമായത്. മാത്രമല്ല, ഈ ബംഗ്ലാദേശിൽ നിന്നും, അഫ്ഗാനിസ്ഥാനിൽ നിന്നും, പാകിസ്ഥാനിൽ നിന്നുമെല്ലാം തന്നെ നിരവധി കോളുകൾ ഇത്തരത്തിൽ വന്നിരുന്നു. ഈ സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ചുകളിലേക്ക് വന്നിരുന്നു. നിരവധി കോളുകൾ സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ചുകളിൽ നിന്ന് തിരികെ ഈ രാജ്യങ്ങളിലേക്കും, അത് അഫ്ഗാനിസ്ഥാനിലാണെങ്കിലും ഒപ്പം തന്നെ ബംഗ്ലാദേശിലേക്കും പാകിസ്ഥാനിലുമേക്ക് എല്ലാം തന്നെ വിളിച്ചതിന്റെ തെളിവുകളും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ഇത്തരമൊരു കോളുകൾ എന്ന് പറയുന്നത് സ്വാഭാവികമായും പൂർണ്ണമായും ആ സംഭാഷണത്തിന്റെ ഉള്ളടക്കം എന്താണ് എന്ന് കണ്ടെത്താൻ കഴിയില്ല. അത്തരം കാര്യങ്ങളിൽ ഈ ചാരപ്രവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പാകിസ്ഥാനാണെങ്കിലും മറ്റു രാജ്യങ്ങളാണെങ്കിലും ഇന്ത്യയിലേക്ക് ചാരപ്രവർത്തനത്തിന് ആളുകളെ അയക്കുമ്പോൾ അവർ വിവരങ്ങൾ യഥാസമയം കൈമാറിയിരുന്നത് അടക്കം ഈ സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ചുകളെ ഉപയോഗപ്പെടുത്തിയാണ് എന്ന സൂചനയാണ് ലഭിക്കുന്നത്. 20ഓളം കേസുകളാണ് കഴിഞ്ഞ കുറച്ച് നാളുകൾക്കുള്ളിൽ മാത്രം കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ റിപ്പോർട്ട് ചെയ്തത്. കോഴിക്കോടും മലപ്പുറത്തും അടക്കം നിരവധി കേസുകൾ ഇത്തരത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇത് പലതും ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണ പരിധിയിലായിരുന്നു നിലവിലുണ്ടായിരുന്നത്. ക്രൈംബ്രാഞ്ചാണ് ഈ കേസുകൾ അന്വേഷിച്ചത്. ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണത്തിൽ തന്നെ അവിടെ സൈബർ ഭീകര ആക്രമണം നടന്നിട്ടുണ്ട്, സൈബർ ഭീകര ബന്ധങ്ങൾ ഈ കേസുകൾക്ക് ഉണ്ട്, സൈബർ ഭീകര കേസാണ് എന്ന് വ്യക്തമായിരുന്നു. എന്നാൽ അത് ദേശീയ അന്വേഷണ ഏജൻസിയുടെ അന്വേഷണ പരിധിയിലേക്ക് എത്തിയിരുന്നില്ല. പല ഘട്ടങ്ങളിലും അതിലെ ഭീകരവാദ ബന്ധങ്ങൾ സൂചനകൾ ലഭിച്ചപ്പോൾ, IBയുടെ അടക്കം റിപ്പോർട്ടുകൾ ലഭിച്ചപ്പോൾ NIA അതിന്റെ അന്വേഷണത്തിലേക്ക് കടന്നിരുന്നു. സ്വാഭാവികമായും സ്വയം അതിന്റെ അന്വേഷണ ഘട്ടങ്ങളിലേക്ക് കടന്നിരുന്നു. എന്നാൽ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ഈ കേസുകളുമായി ബന്ധപ്പെട്ട് മുഴുവൻ കേസുകളും 20ഓളം കേസുകൾ 14ഓളം സ്റ്റേഷനുകളിലായി രജിസ്റ്റർ ചെയ്തിരിക്കുന്ന, സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന 20ഓളം കേസുകളും ദേശീയ അന്വേഷണ ഏജൻസിക്ക് കൈമാറാനാണ് ഏറ്റവും ഒടുവിൽ സംസ്ഥാന സർക്കാരിന്റെ തീരുമാനമുണ്ടായിരിക്കുന്നത്. നേരത്തെ തന്നെ ഒരുപക്ഷെ അന്വേഷണം 2000 മുതൽ ഇതുവരെയുള്ള 2020 മുതൽ 2024 വരെയുള്ള വർഷങ്ങളിൽ 4 വർഷങ്ങൾക്കിടയിൽ മാത്രം നിരവധി കേസുകൾ ഇത്തരത്തിൽ സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ചുകൾ പിടികൂടിയ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ നിന്ന് പിടിച്ചെടുത്ത ഉപകരണങ്ങൾ പലതും പാകിസ്ഥാനിൽ നിന്ന് ചാരസംഘടനകൾ കൊടുത്ത ഇത്തരത്തിലുള്ള ഉപകരണങ്ങൾ ഉണ്ടായിരുന്നു. ചൈനയിൽ നിർമ്മിച്ച, അല്ലെങ്കിൽ ചൈനയുടെ നിർമ്മിതിയായ ഉപകരണങ്ങൾ ഉണ്ടായിരുന്നു. സ്വാഭാവികമായും ഈ രാജ്യങ്ങളെല്ലാം തന്നെ ഇന്ത്യയുടെ ഓരോ രഹസ്യ നീക്കങ്ങളും കൃത്യമായ സമയങ്ങളിൽ ചോർത്താൻ പരമാവധി ശ്രമിക്കുന്ന രാജ്യങ്ങളാണ് എന്നതുകൊണ്ട് തന്നെയാണ് ഇതിന്റെ ഗുരുതര സ്വഭാവം വർദ്ധിക്കുന്നത്. മാത്രമല്ല, കേരളത്തിന്റെ പല ഭാഗങ്ങളിലും ഭീകരവാദ ഗ്രൂപ്പുകൾ ശക്തമായി പ്രവർത്തിക്കുന്നു. സ്ലീപ്പർ സെല്ലുകൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം തന്നെ ഭീകരവാദ ഗ്രൂപ്പുകളുടെ സ്ലീപ്പർ സെല്ലുകൾ പ്രവർത്തിക്കുന്നു. ഈ സ്ലീപ്പർ സെല്ലുകൾക്ക് ഈ വിദേശ രാജ്യങ്ങളിലെ ഭീകരവാദ ഗ്രൂപ്പുകളുമായി ബന്ധപ്പെടാൻ കൃത്യമായി കഴിഞ്ഞിരുന്നത്, രഹസ്യമായി ബന്ധപ്പെടാൻ കഴിഞ്ഞിരുന്നത്, തെളിവുകൾ അവശേഷിപ്പിച്ച് ബന്ധപ്പെടാൻ കഴിഞ്ഞിരുന്നത് ഇത്തരത്തിലുള്ള ടെലിഫോൺ എക്സ്ചേഞ്ചുകൾ, സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ചുകൾ വഴിയായിരുന്നു. ഈ സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ചുകൾ വഴി ബന്ധപ്പെടുമ്പോഴുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഈ ഭീകരവാദ ഗ്രൂപ്പുകളെ സംബന്ധിച്ചാണെങ്കിലും മതഭീകരവാദികളെ സംബന്ധിച്ചാണെങ്കിലും അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട അവർ ഉപയോഗപ്പെടുത്താൻ കാരണം എന്ന് പറയുന്നത് ഇന്റർനാഷണൽ ഇന്റർ കണക്ട് കാരിയറെ ഒഴിവാക്കിക്കൊണ്ട് ഇന്റർനെറ്റ് വഴി ബൈപ്പാസ് ചെയ്യുക എന്ന രീതിയായിരുന്നു അവർ ഉപയോഗപ്പെടുത്തിയിരുന്നത്. സ്വാഭാവികമായും ഇന്റർനാഷണൽ ഇന്റർ
കോൾ കണക്ടറിലേക്ക് ഈ കോൾ എത്തുന്നില്ല. അവിടെ കൃത്യമായി ഈ കോൾ അടയാളപ്പെടുത്തുന്നില്ല. അതിന്റെ വിശദാംശങ്ങൾ ഒന്നും തന്നെ രേഖപ്പെടുത്തുന്നില്ല. മറിച്ച് ഇന്റർനെറ്റ് കോൾ വഴി ഇവിടെ നിന്ന് വിദേശ രാജ്യങ്ങളിലേക്ക് ആദ്യം ഈ സിം ബോക്സിലേക്ക് വിളിക്കാൻ പറയുന്നു. സിം ബോക്സിലെ ഏതെങ്കിലും ഒരു നമ്പറിലേക്ക് ഇത്തരത്തിൽ ബന്ധപ്പെടുന്ന ആളുകളോട് വിളിക്കാനാണ് ആവശ്യപ്പെടുന്നത്. ഈ സിം ബോക്സിലെ നമ്പറിലേക്ക് വിളിച്ചതിന് ശേഷം വിദേശത്തേക്കുള്ള നമ്പർ ഡയൽ ചെയ്യാൻ നിർദ്ദേശിക്കുന്നു. തുടർന്ന് വിദേശത്തുള്ള നമ്പറിലേക്ക് ഇവർ കോളുകൾ വിളിക്കുന്നു. നിരന്തരമായി അഫ്ഗാനിസ്ഥാനിലേക്കും ഒപ്പം തന്നെ ബംഗ്ലാദേശിലേക്കും പാകിസ്ഥാനിലേക്കും എല്ലാം നിരന്തരമായി കോളുകൾ പോയ സംഭവങ്ങളുണ്ട്. പല ഘട്ടങ്ങളിലും ഭീകരവാദ ഗ്രൂപ്പുകൾ രാജ്യത്ത് സംസ്ഥാനത്തിന്റെ തന്നെ പല ഭാഗങ്ങളിൽ സ്ഫോടനങ്ങൾ ആസൂത്രണം ചെയ്തതിന്റെ വിവരങ്ങൾ പുറത്തു വന്ന അതേ കാലഘട്ടത്തിൽ തന്നെ ഇത്തരത്തിൽ സംശയകരമായ നിരവധി കോളുകൾ പാകിസ്ഥാനിലേക്കും ഒപ്പം തന്നെ ബംഗ്ലാദേശിലേക്കും എല്ലാം പോയിട്ടുണ്ട്. മാത്രമല്ല ഈ പാകിസ്ഥാനിലെ ബംഗ്ലാദേശി ആളുകളായ നിരവധി പേർ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ തങ്ങുന്നതിന്റെ വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. ജനൻ ടിവിയോട് തന്നെ ഈ ബംഗ്ലാദേശികൾ അവർ തങ്ങൾ ബംഗ്ലാദേശികളാണ് എന്ന കാര്യം വെളിപ്പെടുത്തുകയും ചെയ്തിരുന്നു. കാരണം ബംഗാളികളാണ് എന്ന വ്യാജേനയായിരുന്നു കേരളത്തിൽ ഇവർ തങ്ങിയിരുന്നത്. പ്രത്യേകിച്ച് ഇതര സംസ്ഥാന തൊഴിലാളികൾ കൂടുതലുള്ള ഭാഗങ്ങളിലായിരുന്നു ഇത്തരക്കാരുണ്ടായിരുന്നത്. അവർ ബംഗാളികൾ എന്ന വ്യാജേന അവിടെ നിൽക്കുന്നു. പല ഏജന്റുമാർക്കും അവരെ കൊണ്ടുവന്ന പല ഏജന്റുമാർക്കും അവർ ബംഗ്ലാദേശികളാണ് എന്ന കാര്യം കൃത്യമായി അറിയാം. അവിടെ വിവിധ കേസുകളിൽ ഉൾപ്പെട്ട ആളുകളുണ്ട്. സംശയകരമായ പശ്ചാത്തലമുള്ള ആളുകളുണ്ട്. ഇത്തരം ആളുകൾ ബംഗാളികൾ എന്നാണ് പറഞ്ഞിരുന്നത്. എന്നാൽ വിശദമായ ചോദ്യത്തിൽ ആവർത്തിച്ച് ചോദിച്ചപ്പോൾ അവർ ബംഗ്ലാദേശികളാണ് എന്ന് നമ്മളോട് തന്നെ സമ്മതിച്ച സംഭവങ്ങൾ നിരവധി ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ നിരവധി ബംഗ്ലാദേശികൾ കേരളത്തിൽ തങ്ങുന്ന സാഹചര്യത്തിൽ നിരവധി ഭീകരവാദ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ചാരപ്രവർത്തനങ്ങൾക്കായി തമ്പടിച്ചിട്ടുള്ള ആളുകൾ കേരളത്തിൽ തങ്ങുന്ന സാഹചര്യത്തിലാണ് ഈ സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ചുകളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള ഭീകരവാദത്തിന്റെ വിവരങ്ങൾ കൂടി പുറത്തു വരുന്നത്. സ്വാഭാവികമായും ദേശീയ അന്വേഷണ ഏജൻസിയുടെ അന്വേഷണ പരിധിയിലേക്ക് ഈ കേസ് എത്തുന്നതോടുകൂടി തന്നെ ആരെയെല്ലാമാണ് വിളിച്ചിട്ടുള്ളത്, എന്തെല്ലാം കാര്യങ്ങളാണ് സംസാരിച്ചിട്ടുള്ളത്, അത്തരത്തിൽ രാജ്യത്തിൽ നിന്ന് നഷ്ടപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ രാജ്യത്തിൽ നിന്ന് ചോർത്തിക്കൊണ്ടുപോയിട്ടുള്ള രഹസ്യ വിവരങ്ങൾ എന്തെല്ലാമാണ്, ആരുടെയെല്ലാം സഹായങ്ങൾ ഇതിന് ലഭിച്ചിട്ടുണ്ട് എന്നതടക്കമുള്ള വിവരങ്ങൾ ലഭിക്കും. പ്രത്യേകിച്ച് മതഭീകരവാദ ഗ്രൂപ്പായ നിരോധിത ഭീകര സംഘടനയായ PFIയുടെ പ്രവർത്തകരിൽ പലരും നിരവധി ആളുകൾ അത്തരം ആളുകൾ മറ്റ് ഭീകരവാദ പ്രവർത്തനങ്ങളുടെ ഭാഗമായതിന്റെ വിവരങ്ങൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. അതേ ഘട്ടത്തിൽ തന്നെയാണ് പല ഭാഗങ്ങളിലും ഒരു ജില്ലയിൽ തന്നെ ഒന്നിലധികം സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ചുകൾ, അത് കണ്ടെത്തിയ ടെലിഫോൺ എക്സ്ചേഞ്ചുകളുടെ മാത്രം വിവരങ്ങളാണ്. കണ്ടെത്താൻ ബാക്കിയുള്ള ഇനിയും വിവരങ്ങൾ ലഭിക്കാത്ത രഹസ്യമായി ഇപ്പോഴും പ്രവർത്തിക്കുന്ന സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ചുകൾ നിരവധിയുണ്ട്. ഏതാനും ഉപകരണങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരു കടയിലോ ഒരു വീടിന്റെ ഒരു മുറിക്കകത്ത് പോലുമോ ഇത്തരത്തിൽ സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ചുകൾ തുടങ്ങാം എന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. നേരത്തെ ആയുർവേദ കടയിലടക്കം സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ച് പ്രവർത്തിച്ചതായി കണ്ടെത്തിയിരുന്നു. പാലക്കാടായിരുന്നു ഇത്തരത്തിലുള്ള ഒരു സംഭവം. ചില രഹസ്യ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലായിരുന്നു അവിടെ സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ച് പ്രവർത്തിക്കുന്നു എന്ന വിവരം ലഭിച്ചത്. ഇതിന് സമാനം തന്നെയായിരുന്നു മലപ്പുറത്തും കോഴിക്കോടും എല്ലാം സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ചുകൾ പിടിച്ചെടുത്ത സംഭവം. നഗരത്തിൽ പോലും എറണാകുളം പോലുള്ള നഗരഭാഗങ്ങളിൽ അടക്കം ഇത്തരത്തിലുള്ള സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ചുകൾ പ്രവർത്തിപ്പിച്ച സംഭവങ്ങൾ മുമ്പും ഉണ്ടായിട്ടുണ്ട്. വിഷ്ണു, വ്യക്തമാണ്. ജിജീഷാണ് വിശദമായ റിപ്പോർട്ടുകൾ പങ്കുവച്ചത്.